ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തുടക്കത്തിൽ തന്നെ പറയാം, എൻ്റെ സൗണ്ട് എല്ലാം പോയാച്ചു. ഈ ഒരു വീഡിയോ എടുത്തിട്ട് 2 ആഴ്ചയായി. പിന്നെ ഈ ഒരു യാത്ര പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് പനിയായതും എനിക്ക് എൻ്റെ സൗണ്ടൊക്കെ പോയത്. അപ്പോൾ ഗൈസ്, കാര്യത്തിലോട്ട് വരാം. എൻ്റെ ചേട്ടൻ്റെ നാട്ടിലേക്ക് പോകുകയാണ്. ചേട്ടൻ്റെ നാട് ചേർത്തലയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുകയാണ്. 3-4 മാസമായി നാട്ടിലേക്ക് പോയിട്ട്. ചേട്ടൻ നല്ല ബിസി ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളിത് റെഡിയായി. ചേട്ടൻ അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ചേട്ടൻ വന്ന ഉടനെ പെട്ടെന്ന് തന്നെ റെഡിയായി. ഈ ഒരു ഷൂ ആണെങ്കിൽ ചേട്ടന് സർപ്രൈസ് ആയിട്ട് ഞാൻ മേടിച്ചു കൊടുത്തതാണ്. എനിക്ക് ചെരുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പുതിയ ചെരുപ്പ് മേടിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ചേർത്തല പോകുമ്പോൾ ഏത് ചെരുപ്പായിരിക്കും ഇടുന്നത്? എപ്പോഴും ഒരു ചെരുപ്പാണ് ഞാൻ കാണുന്നത്. ചെരുപ്പ് മേടിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. സംഭവം ഇതിവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എവിടെയെങ്കിലും പോകാൻ നേരത്താണ് ഓരോ ചെരുപ്പ് പൊക്കിക്കൊണ്ട് വരുന്നത്. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഈ ഒരു ചെരുപ്പ് ഇവിടെ ഉണ്ടായിരുന്നോ എന്ന്. അങ്ങനെ ഞങ്ങളിത് ആറ്റിങ്ങിലെത്തി. ആറ്റിങ്ങിൽ നിന്നാണ് പോകുന്നത് കേട്ടോ. എല്ലാം പ്രാവശ്യം ട്രെയിനിലാണ് പോകുന്നത്. ഈ ഒരു പ്രാവശ്യം ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ബസ്സിൽ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് വിചാരിച്ചു. അങ്ങനെ സ്കൂട്ടി പേ പാർക്ക് ചെയ്തിട്ട് എടുക്കാൻ വയത്തെ കെട്ടും പാണ്ടും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ സ്റ്റാൻഡിലോട്ട് പോകുകയാണ്. ഇത് തൊട്ടാണ് ചേട്ടൻ്റെ തുടക്കം. ധനുസിനെ ഇങ്ങനെ എടുത്തോട് നടക്കുന്നത്. പുള്ളിക്കാരിയുടെ മൂഡ് അനുസരിച്ചിരിക്കും. ചില സമയത്ത് നടക്കും, ചില സമയത്ത് എടുക്കാൻ പറയും. ഞാൻ എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ടെന്ന്. പക്ഷെ ഞാൻ എടുക്കാന്ന് പറഞ്ഞെങ്കിലും ഞാൻ മോളെ എടുത്ത് ഞാനും ചേട്ടനെ ഒരുമിച്ചാണ് നടക്കുന്നതെങ്കിൽ ഞാൻ ഏറ്റവും പുറകിലായി പോവും, ചേട്ടൻ മുമ്പേയും പോവും. അങ്ങനെയാണ് നടക്കുന്നത്. ഒരു യാത്ര പോകുകയല്ലേ, കപ്പലണ്ടിയൊക്കെ മേടിച്ചോണ്ട് പോകാം എന്ന് വിചാരിച്ച് കപ്പലണ്ടി മേടിച്ചായിരുന്നു. ബസ്സിലിരുന്ന് കഴിക്കാനാണ് കപ്പലണ്ടി മേടിച്ചത്. ഇവിടെ ഈ ഒരു ചെറിയ ഒരാൾ കപ്പലണ്ടി കഴിച്ചു തുടങ്ങി. അതിപ്പോൾ ഞാനായാലും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. മേടിക്കുന്നു, അപ്പോഴെടുത്തും കഴിക്കുന്നു. ചേട്ടൻ്റെ അടുത്ത് ഓരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് മോള്. നോക്ക് എടി ധനു, ധനു നോക്കിയാണ് ധനു ഒരു ഹായ് പറഞ്ഞാണ്. എടി ധനു ഒരു ഹായ് പറഞ്ഞാണ്. ധനു ഒരു ഹായ് പറഞ്ഞ ധനു. അയ്യേ ധനുവിന് ചിരിക്കാറിഞ്ഞൂടാ. അനങ്ങാടി. ബസ് 8:30 മണിക്ക് ആറ്റിങ്ങ സ്റ്റാൻഡിലെത്തുന്നാണ് വിളിച്ച് പറഞ്ഞത്. ഞങ്ങൾ അതുകൊണ്ട് 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതുവരെയും ബസ് വന്നില്ല. പിന്നെ കുറച്ച് നേരം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴക്കൂട്ടത്ത് എത്തിയെന്ന്. എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വിശക്കും. അതൊരു ആവശ്യമില്ലാത്ത വിശപ്പും വല്ലാത്തൊരു വിശപ്പുമാണ്. എങ്കിലും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നല്ല കിടിലൻ ചായയും കട്ട്ലേറ്റും മേടിച്ച് തന്നായിരുന്നു. ഇപ്പൊ എന്താന്തോ ഏത് ടീ ഷോപ്പിൽ ചെന്നാലും ബേക്കറിലൊക്കെ ചെന്നാലും കട്ട്ലേറ്റ് ഉണ്ടെങ്കിൽ അതേ മേടിക്കുള്ളൂ. ഇതിനോട് ഭയങ്കര ആക്രാന്താണ്. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അത് ഫുള്ളും കൊടുത്തു. കാരണം അത് കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അവൾ കഴിക്കില്ലോ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് വേറൊരു കാര്യം. അപ്പം തന്നെ അത് തിരിച്ചു തന്നു. പുള്ളിക്കാരിക്കും ഒരു ഗ്ലാസ് ചായ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അതിന് സന്തോഷമാണ് ഈ കാണുന്നത്. പിന്നെ പുള്ളിക്കാരിക്ക് അങ്ങനെ ചായ മേടിച്ച് കൊടുക്കാറില്ല, വീട്ടിൽ നിന്നായാലും ഷോപ്പിൽ നിന്നായാലും. പിന്നെ ഞങ്ങൾ കുടിക്കുന്നത് കൊണ്ടും അവൾക്ക് വേണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞത് കൊണ്ടും മാത്രമാണ് മേടിച്ച് കൊടുത്തത്. അതൊക്കെ പോട്ടെ, ബസ് ഉടനെ വരില്ലെന്ന് പറഞ്ഞ് നല്ല സമാധാനത്തിൽ ഇങ്ങനെ ചായ കുടിച്ചിട്ടിരുന്നപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് വന്ന് കിടക്കുമായിരുന്നു നമ്മുടെ ബസ്. പക്ഷേ നമ്മൾ അറിഞ്ഞില്ല. നമ്മളിങ്ങനെ പയ്യെ ചായ കുടിച്ച് അവിടെ ഇരുന്നപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതിൻ്റെ അകത്തൂടെ എങ്ങനെയാണ് കുപ്പി ഇടുന്നതെന്ന്. പിന്നെ നോക്കി അവസാനം കണ്ടുപിടിച്ചു, ഇതിലൂടെയാണ് ഈ കുപ്പി ഇടുന്നത് എന്ന്. ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചതും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ടൈമിൽ ബസ്സിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സീറ്റിൽ ഇരിക്കായിരുന്നു. അങ്ങനെ ലാസ്റ്റ് തിരിച്ചറിഞ്ഞ് ഓടിപ്പോയി കയറുകയാണ് കേട്ടോ. ഒടുക്കത്തെ ആളും നമ്മുടെ സീറ്റ് എവിടെയെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അത്രയ്ക്ക് ആളായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും ഇടിച്ച് കയറി. ഞങ്ങൾ ബുക്ക് ചെയ്ത സീറ്റിൽ വേറെ 2 ആൾക്കാർ ഇരിക്കുമായിരുന്നു. അങ്ങനെ മോളുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ എഴുന്നേറ്റ് തന്നു. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ അവിടെ നിന്നേനെ. ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഞങ്ങൾ 3 പേരും കയറിയപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങ് ഫേമസ് ആയി. ഞങ്ങൾ കയറിയ ഉടനെ തന്നെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെക്കാത്ത് എത്ര നേരം ഈ ബസ് ഇവിടെ കിടക്കുമായിരുന്നെന്നോ എന്നൊക്കെ തകർത്ത് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ബസ്സിൽ കയറിയ ഉടനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇത് പകുതിയോളം എത്തി കേട്ടോ. എവിടെയെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനെ പകുതിയായപ്പോൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ നിർത്തിയായിരുന്നു. എല്ലാവരും ഒന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് വിശന്ന് കണ്ണു കാണാൻ വയ്യായിരുന്നു കേട്ടോ. അത്രയ്ക്ക് വിശപ്പായിരുന്നു. ഞാനാണെങ്കിൽ വിശപ്പില്ലെങ്കിൽ ഇറങ്ങും എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കാൻ. ചെന്നിരുന്നപ്പോൾ തന്നെ ആരും വന്നില്ല. പിന്നെ കുറച്ച് നേരം എൻ്റെ പുതിയ ചെരുപ്പിൻ്റെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ആ കറി ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇപ്പം ഇഷ്ടമാണെന്ന് പറഞ്ഞാലേ പറ്റൂ. ആ ഒരു കറിയേ ഇവിടെയുള്ളൂ. എല്ലാം പിന്നെ നോൺ വെജ് ആണ്. വല്ലാത്തൊരു ചതിയായിപ്പോയി. ഒരു ബൗളിലെ കറി 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഒരു ബൗളിലെ കറി ഇത്രയും ഉണ്ടെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ടാണ് 2 ഓർഡർ ചെയ്തത്. ഇതിപ്പോൾ കഴിക്കാനും പറ്റത്തില്ല, തിരിച്ച് കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. ഒരു ബൗൾ കറി മതിയെന്ന് പറഞ്ഞപ്പോൾ 2ൻ്റെയും
ബില്ല് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, അങ്ങോട്ട് തകർത്തങ്ങ് ഒഴിച്ചങ്ങ് കഴിക്കുക. കറി ബില്ല് ചെയ്തെങ്കിലും ഈ ഒരു ഫുള്ള് കറി ഞാൻ കഴിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താണോ എന്തോ ഈ ഒരു കറി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ 3-4 ഹോട്ടലിൻ്റെ ഈ ഒരു കറി കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ കിടിലൻ കറികളായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത് കണ്ടപ്പോഴും എനിക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു, ഞാൻ ഇത് ഫുള്ളും കഴിക്കുക എന്നുള്ളത്. പക്ഷേ ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ല ഗൈസ്, പറ്റുന്നില്ല. അങ്ങനെ ഹോട്ടലിൽ പോയിട്ട് തിരിച്ച് ബസ്സിലേക്ക് കയറിയപ്പോൾ ചേട്ടന് സീറ്റ് കൊടുക്കുന്നില്ല. ആരെന്നറിയാമോ? മോള്. തിരിച്ച് ഫസ്റ്റ് മോളാണ് ബസ്സിൽ കയറിയത്. ഓടിപ്പോയി തന്നെ അങ്ങ് അറ്റത്തെ സീറ്റിൽ പോയിരുന്നു. അന്നത്തെ കാര്യം എനിക്ക് ചേട്ടൻ ഇരുന്നിട്ട് തന്നെ തികയുന്നില്ല, അത്രയ്ക്കൊരു ചെറിയ സീറ്റായിരുന്നു. അച്ഛൻ അവിടെ ഇരിക്കട്ടെ മോളെ എന്ന് വഴക്ക് പറഞ്ഞപ്പോൾ പിണങ്ങിയിരിക്കുവാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞു അവളെ നിർബന്ധിക്കേണ്ട, അവൾ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ തന്നെ വിചാരിച്ചു തന്നെ ഞാൻ ഉറങ്ങില്ല. പക്ഷെ പകുതിയൊക്കെ ആയപ്പോൾ എൻ്റെ ദൈവമേ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഇതുപോലെ കണ്ണും തുറന്നിരിക്കുമായിരുന്നു. കാരണം എനിക്ക് മോളെ ശ്രദ്ധിക്കണമായിരുന്നു. ചേട്ടൻ പുറകിൽ സീറ്റിൽ പോയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ചേർത്തല എത്തി. ഇനി ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.